ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെമ്മറിയെ പറ്റിയിട്ടാണ്. അപ്പോൾ സെമസ്റ്റർ 1 മൊഡ്യൂൾ 3 ടോപ്പിക്കാണ് മെമ്മറി. ഓക്കെ, ദെൻ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണ്? ഓക്കെ, ദ സെറ്റ് ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ടഡ് ബൈ എ CPU ഈസ് കോൾഡ് ഇറ്റ്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പോൾ നമുക്കൊരു CPU, ഒരു പ്രോസസ്സർ നമുക്കുണ്ടെങ്കിൽ ആ പ്രോസസ്സറിനെ കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെ എന്ത് പറഞ്ഞേക്കുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഇൻറ്റൽ i3 പ്രോസസ്സർ എടുക്കുക. ഇൻറ്റൽ i3 പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഇൻസ്ട്രക്ഷൻ സെറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ ആ കളക്ഷൻ, ഇൻസ്ട്രക്ഷൻസിൻ്റെ കളക്ഷൻ എന്ത് പറയാൻ പറ്റും, ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു 50 ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് i3 പ്രോസസ്സറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും? 50 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു i5 പ്രോസസ്സർ വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ i3 എന്ന പ്രോസസ്സറിന് എന്തായാലും അതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷനാണ് i5. അപ്പോൾ ഈ i3 എന്നുള്ള പ്രോസസ്സറിന് എന്തൊക്കെ ടാസ്ക് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? i5-നുണ്ടായിരിക്കണം. പിന്നെ ഇതൊരു i5-നെക്കാട്ടി അഡ്വാൻസ്ഡ് പ്രോസസ്സർ ആയതുകൊണ്ട് i3 ചെയ്യാത്ര കുറച്ച് ഇൻസ്ട്രക്ഷൻസും കൂടി, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കൂടി ആർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം? i5-ന് പറ്റണം. നിർബന്ധമില്ല, പക്ഷേ എന്താണ് ചെയ്യാൻ പറ്റുമായിരിക്കാം, അല്ലെങ്കിൽ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? i5 പ്രോസസ്സർ ഈസ് ബാക്ക്വേർഡ് കോമ്പാറ്റിബിൾ വിത്ത് i3 എന്ന് പറയാൻ പറ്റും. നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? ഒരു i5 പ്രോസസ്സറിന് ഒരു 55 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചോ. അപ്പോൾ നോക്കി, ഈ 50 ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി i3ക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ 55 ഇൻസ്ട്രക്ഷൻസിൻ്റെ സബ്സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്രയും ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. പ്ലസ് അതിൻ്റെതായിട്ട് i5-ന് സെപ്പറേറ്റ് ആയിട്ട് എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, ആണല്ലോ. അത് നോക്കി, കുറച്ച് ബാക്കിയുള്ള കാര്യം കൂടി നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഫോം ദ ബേസിക്സ് ഫോർ ഡിസൈനിങ് മെഷീൻ ലാംഗ്വേജ് ഫോർ ദി CPU. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ സെറ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു പ്രോസസ്സറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെഷീൻ ലാംഗ്വേജ്, അതായത് CPU-ന് അണ്ടർസ്റ്റാൻഡബിൾ ആയേക്കുന്ന ഒരു മെഷീൻ ലാംഗ്വേജ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ എന്താണ് ബാക്ക്വേർഡ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്? നമ്മൾ ഇതേപോലെ തന്നെ നോക്കിയേ, വെൻ എ മാനുഫാക്ചർ ഡെവലപ്പ് എ ന്യൂ CPU, ഒരു മാനുഫാക്ചറർ, ഇത് ഇൻറ്റൽ ആവാം, AMD ആവാം, ഏതോ ഒരു മാനുഫാക്ചർ ഒരു പുതിയൊരു CPU ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ദേ എൻഷുർ ദാറ്റ് ഇറ്റ്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇൻക്ലൂഡ് ഓൾ ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് ഇറ്റ്സ് പ്രെഡിസസർ CPU പ്ലസ് സം ന്യൂ വൺസ്, ആണല്ലോ. അതായത് അതിനു മുമ്പേ, ആ പുതിയ CPU വരുന്നതിന് മുമ്പേ വേറെ ഏത് CPU ആണോ അവർക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ അത് ചെയ്യുന്ന എല്ലാ ടാസ്കും എവിടെയും ചെയ്യാൻ പറ്റണം? ഈ പുതിയ CPU-ന് ചെയ്യാൻ പറ്റണം. പ്ലസ് ഈ പുതിയ CPU-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻസ് ഉണ്ടായിരിക്കാം, അതുമാത്രം ചെയ്യുന്ന ആ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ദിസ് സ്ട്രാറ്റജി ഈസ് നോൺ ആസ് ബാക്ക്വേർഡ് കോമ്പാറ്റിബിലിറ്റി ആൻഡ് ദ ന്യൂ CPU സെറ്റ് ടു ബി ബാക്ക്വേർഡ് കോമ്പാറ്റിബിൾ വിത്ത് ഇറ്റ്സ് പ്രെഡിസസർ CPU. നമുക്കറിയാൻ പറ്റും ഇൻറ്റൽ i5 ഈസ് ബാക്ക്വേർഡ് കോമ്പാറ്റിബിൾ വിത്ത് i3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നതായിരിക്കും. അതായത് നിങ്ങളെ മൊബൈലിൽ ഒരുപാട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് വരാം. ഫോർ എക്സാമ്പിൾ, ഗൂഗിൾ മീറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നു വെച്ചു. അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അത് അപ്ഡേറ്റ് ചെയ്യപ്പെടും, ആണല്ലോ. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൽ ഒന്നുകിൽ പുതിയ ഫീച്ചേഴ്സ് അതിൽ കാണാം. ഗൂഗിൾ മീറ്റിൽ പുതിയ ഏതെങ്കിലും ഫീച്ചേഴ്സ് അതിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യപ്പെടുമ്പോഴും മുൻപുണ്ടായിരുന്ന പല ഫീച്ചേഴ്സും അവരെന്തായിരിക്കും? നിലനിർത്തിക്കൊണ്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ അപ്ഡേറ്റഡ് വേർഷൻ ഈസ് ബാക്ക്വേർഡ് കോമ്പാറ്റിബിൾ വിത്ത് ഓൾഡ് വേർഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ബാക്ക്വേർഡ് കോമ്പാറ്റിബിലിറ്റി എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കും, ആണല്ലോ. എന്നാൽ നിർബന്ധമില്ല കേട്ടോ, ചില അപ്ഡേഷൻസ് ബാക്ക്വേർഡ് കോമ്പാറ്റിബിൾ ആവണം എന്നൊന്നുമില്ല. നമുക്ക് ഇനി പഠിക്കാനുള്ളത് മെമ്മറിയെ പറ്റിയിട്ടാണ്, ആണല്ലോ. അപ്പോൾ മെമ്മറിയെ പറ്റി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി ഉണ്ട്. പ്രൈമറി മെമ്മറി RAM, ROM എന്ന ഡിഫറെൻറ്റ് ടൈപ്പ് മെമ്മറീസ് ഉണ്ട്. ദെൻ സെക്കൻഡറി മെമ്മറീസ് ഉണ്ട്. സെക്കൻഡറി മെമ്മറിയിൽ നമുക്കറിയാം
എന്താണ് മാഗ്നറ്റിക് ഡിസ്ക് ഉണ്ട്, അതേപോലെ ഫ്ലോപ്പി ഡിസ്ക്, മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറഞ്ഞ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് മെമ്മറി സ്റ്റോറേജ് മീഡിയംസ് ഉണ്ട്. അതേപോലെ നമുക്ക് ഒരു ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞൊരു മെമ്മറി ഉണ്ട്. ദെൻ പ്രൊസസ്സറിൻ്റെ ഉള്ളിൽ തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുഞ്ഞ് മെമ്മറി ഉണ്ട്. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് വേണം. ക്രൈറ്റീരിയാസ് അറിഞ്ഞിരിക്കും. അപ്പോൾ നമുക്കൊരു മെമ്മറി സ്റ്റോറേജിനെ ഇവാലുവേറ്റ് ചെയ്യാവുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി. എന്താണ് സ്റ്റോറേജ് കപ്പാസിറ്റി? ദ എമൗണ്ട് ഓഫ് ഡാറ്റ വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് which storage unit can store. എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡാറ്റ വിച്ച് ദ സ്റ്റോറേജ് യൂണിറ്റ് ക്യാൻ സ്റ്റോർ. അതിനെ എന്ത് പറഞ്ഞേക്കുന്നത്? സ്റ്റോറേജ് കപ്പാസിറ്റിയാണ്. ഒന്നുമില്ല, ആ മെമ്മറിയിൽ, ആ മെമ്മറി സ്റ്റോറേജിൽ നമുക്ക് എത്രത്തോളം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും അതിൻ്റെ എമൗണ്ടിനെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. യൂഷ്വലി നമ്മൾ എന്താണ് മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ് എന്ന ക്വാണ്ടിറ്റീസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തിനെ സ്റ്റോറേജ് കപ്പാസിറ്റിയെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏറ്റവും ഷോർട്ടേജ് ഇതായിട്ട് പറയാൻ ബിറ്റ് അല്ലെങ്കിൽ ബൈറ്റ് ആയിരിക്കും അതിൻ്റെ യൂണിറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെൽ, അതായത് ഏറ്റവും എന്താ പറയുക സ്മോളസ്റ്റ് ആയിരിക്കുന്ന സ്റ്റോറേജ് യൂണിറ്റാണ് ബിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ആ ബിറ്റിൽ ഒരു ബിറ്റ് മാത്രം നമുക്ക് എന്താണ് ഒരു ബൈനറി ഡിജിറ്റ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആണല്ലോ, അതിനാണെന്ന് പറഞ്ഞാൽ ബിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് കൂടുന്നതാണ് ബൈറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ആണല്ലോ. അതിന് പിന്നെ നമ്മളെന്താ കൂടുതൽ ഹയർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോറേജ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് ഓർത്തേക്കുക. പ്രൈമറി സ്റ്റോറേജിന് സ്റ്റോറേജ് കപ്പാസിറ്റി കുറവായിരിക്കും, പക്ഷേ സെക്കൻഡറി സ്റ്റോറേജിന് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ പ്രൈമറി സ്റ്റോറേജ് പറയുകയാണെങ്കിൽ 1 GB, 2 GB, 4 GB റാം എന്നൊക്കെയാണ് പറയുക. പക്ഷേ സെക്കൻഡറി മെമ്മറി ഹാർഡ് ഡിസ്കിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 1 TB സ്റ്റോറേജ് ഉണ്ട്, അല്ലെങ്കിൽ 500 GB സ്റ്റോറേജ് ഉണ്ട് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അത്രയും ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് പ്രൈമറി സെക്കൻഡറി തമ്മിലുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് അത് കുറയാൻ കാരണം എന്നുള്ളത് നമുക്ക് ഇത് എന്താ പറയുക ഈ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മൾ പഠിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഓർത്ത് വെക്കുക, പ്രൈമറി സ്റ്റോറേജിനായിരിക്കും ലെസ് കപ്പാസിറ്റി, സെക്കൻഡറി സ്റ്റോറേജിനായിരിക്കും എന്താണ് ലാർജ് കപ്പാസിറ്റി. ഓക്കെ, ദെൻ സെക്കൻഡാണ് ആക്സസ് ടൈം. ആക്സസ് ടൈം എന്തായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഒരു മെമ്മറിയിൽ നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്തു, ആ സ്റ്റോർ ചെയ്ത ഡാറ്റയെ നമ്മളെന്താണ് റിക്വസ്റ്റ് ചെയ്ത് അതിനെ ആ മെമ്മറിയിൽ എവിടെയായിരിക്കും ആ കറക്റ്റ് പ്ലേസിൽ ലൊക്കേറ്റ് ചെയ്തു തിരിച്ച് റിട്രീവ് ചെയ്യാനുള്ള ടൈമിന് എന്ത് പറഞ്ഞേക്കുന്നത്? ആക്സസ് ടൈം എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മളിപ്പം അതൊക്കെ നമ്മളിപ്പം ഒരു ഫോട്ടോ എടുത്തു നിങ്ങളുടെ ഫോണിൽ, അത് സേവ് ചെയ്ത് വെച്ചു. അത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്കത് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മളെന്താണ് അത് ആക്സസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന റിക്വസ്റ്റ് ഉണ്ട്. ആ റിക്വസ്റ്റ് എവിടെ പോകും? മെമ്മറി പോകും. മെമ്മറിയിൽ അത് എവിടെയാണോ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ ലൊക്കേറ്റ് ചെയ്യണം. ലൊക്കേറ്റ് ചെയ്ത് തിരിച്ചെന്താണ് നമ്മൾ പ്രൊസസ്സറിന് അവൈലബിൾ ആവുന്ന രീതിയിൽ നമ്മൾ എന്താണ് അതിൻ്റെ മെമ്മറിയിലേക്ക് അവൈലബിൾ ആയി വരണം. അത് ഉപയോഗിക്കുന്ന മെമ്മറി അല്ലെങ്കിൽ അത് നമ്മൾ എവിടെയാണോ നമുക്ക് ആക്സസ് ചെയ്യേണ്ടത് ആ ഭാഗത്ത് അവൈലബിൾ ആയി വരണം. അതിന് എന്ത് പറയാൻ പറ്റും? ആക്സസ് ടൈം എന്താണ്? ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ് ടു ലൊക്കേറ്റ് ആൻഡ് റിട്രീവ് സ്റ്റോർഡ് ഡാറ്റ ഫ്രം ദ സ്റ്റോറേജ് യൂണിറ്റ്. അത് എന്ത് പറഞ്ഞേക്കുന്നത്? ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആക്സസ് ടൈം കുറഞ്ഞിരിക്കുന്നതാണ് എപ്പോഴും ഡിസൈറബിൾ. ആക്സസ് ടൈം കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞാൽ എന്താണ് മെമ്മറി നമുക്ക് ഫാസ്റ്റർ ആണെന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു എക്സ് എന്നും വൈ എന്നുള്ള 2 മെമ്മറി ഉണ്ട്. എക്സ് എന്നുള്ള മെമ്മറി 10 മൈക്രോ സെക്കൻഡ് ഒരു ഡാറ്റ റിട്രീവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ദെൻ സെക്കൻഡ് അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സെക്കൻഡ് മെമ്മറി ആയിട്ടുള്ള വൈ ഒരു 20 മൈക്രോ സെക്കൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതാണ് ഫാസ്റ്റർ? എക്സ് ആയിരിക്കും ഫാസ്റ്റർ. എന്തുകൊണ്ടാണ്? അതാണ് കുറഞ്ഞ ടൈം ആക്സസ് ടൈം യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫാസ്റ്ററായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ഫാസ്റ്റർ ആക്സസ് ടൈം ഈസ് പ്രിഫയറബിൾ. നമുക്ക് എപ്പോഴും വേണ്ടത് ഫാസ്റ്റർ ആക്സസ് ടൈമാണ്. എന്തുകൊണ്ടാണ്? പ്രൊസസ്സർ എന്നാൽ ഒരു ഹൈ സ്പീഡ് ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് സ്പീഡിനോട് കോമ്പാറ്റബിൾ ആയിരിക്കുന്ന ഒരു ആക്സസ് ടൈം കൂടി നമുക്കുണ്ടെങ്കിൽ മാത്രമേ പ്രൊസസ്സർ ഓരോ സൈക്കിളിലും ഓരോ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിലും ഡാറ്റ ആണെങ്കിലും നമുക്ക് അവൈലബിൾ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആക്സസ് ടൈം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആസ് കമ്പയർഡ് ടു സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ്, പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് ഹാവ് ഫാസ്റ്റർ ആക്സസ് ടൈം. അപ്പോൾ പ്രൈമറി സ്റ്റോറേജിനാണെന്ത് ഫാസ്റ്റർ ആക്സസ് ടൈം, സെക്കൻഡറി സ്റ്റോറേജിന് എന്താണ് ലെസ് ആക്സസ്
അതായത് ലെസ് ആക്സസ് ടൈം അല്ല, എന്താണ് കൂടുതൽ ആക്സസ് ടൈം ഉണ്ടായിരിക്കും, എന്താണ് സ്ലോവർ ആയിരിക്കും. അപ്പം പ്രൈമറി സ്റ്റോറേജിന് കുറഞ്ഞ ആക്സസ് ടൈം ഉണ്ടായിരുന്നു, അത് ഫാസ്റ്ററാണ്. ദെൻ സെക്കൻഡറി സ്റ്റോറേജിനാണെങ്കിൽ ലാർജ് ആക്സസ് ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ബിഗ് ആക്സസ് ടൈം ആയിരിക്കും, അതെന്തായിരിക്കും സ്ലോവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സമയത്ത് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലുള്ളത് എന്തിനാണ്? സെക്കൻഡറി സ്റ്റോറേജിനാണ്. പക്ഷേ അതിൻ്റെ ആക്സസ് ടൈം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും? അത് സ്ലോവർ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഡിസൈറബിൾ ആയിരിക്കുന്ന ഫീച്ചർ എന്തായിരിക്കും? ആക്സസ് ടൈം കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സ്റ്റോറേജ് കപ്പാസിറ്റി കേസിലാണ് കൂടിയിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇത് രണ്ടും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവാണ്. കോസ്റ്റ് പെർ ബിറ്റ് ഓഫ് സ്റ്റോറേജ്. ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാനിരിക്കുന്ന കോസ്റ്റിനെ എന്ത് പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് പെർ ബിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് ദി സ്റ്റോറേജ് യൂണിറ്റ് ഫോർ എ ഗിവൺ സ്റ്റോറേജ് കപ്പാസിറ്റി. ലോവർ കോസ്റ്റ് ഈസ് ഡിസൈറബിൾ. അതായത് ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോസ്റ്റിനെ കോസ്റ്റ് പെർ ബിറ്റ് എന്ന് പറയാൻ പറ്റും ആണല്ലോ. അപ്പം കോസ്റ്റ് പെർ ബിറ്റ് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് ചീപ്പറായിരിക്കും. അതായത് നമുക്ക് കുറഞ്ഞ പൈസ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ആ സ്റ്റോറേജ് യൂണിറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് പെർ ബിറ്റ് ഹൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് എന്താണെങ്കിൽ ഒരു ബിറ്റ് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ എന്തിൻ്റെ പ്രൈസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആയിക്കോട്ടെ. ഡിസൈറബിൾ പ്രോപ്പർട്ടി എപ്പോഴും എന്തായിരിക്കും? ലോവർ കോസ്റ്റ് പെർ ബിറ്റ് ആയിരിക്കും. ആസ് കമ്പയർഡ് ടു സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ്, പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് ഹാവ് ഹയർ കോസ്റ്റ് പെർ ബിറ്റ് ഓഫ് സ്റ്റോറേജ്. പ്രൈമറി യൂണിറ്റിനായിരിക്കും കോസ്റ്റ് പെർ ബിറ്റ് കൂടുതൽ. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് അതുപോലെ തന്നെ എന്താണ് അത് ഫാസ്റ്റർ മെമ്മറിയുമാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിക്കാനുള്ള കാര്യം തന്നെ ഫാസ്റ്റർ ആക്സസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആക്സസ് ടൈം നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആണല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ അതുപോലുള്ള ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള സെമി കണ്ടക്ടർ പോലുള്ള മെറ്റീരിയൽസാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. ദെൻ വോളറ്റിലിറ്റിയാണ് അതിൻ്റെ അടുത്ത ഇവാലുവേഷൻ ക്രൈറ്റീരിയ. എന്താണ് വോളറ്റിലിറ്റി? നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മളെന്താണ് പവർ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിലെ കണ്ടൻറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ദാറ്റ് ടൈപ്പ് ഓഫ് മെമ്മറി ഈസ് നോൺ ആസ് വോളറ്റൈൽ മെമ്മറി. Okay, if a storage unit can retain data stored in the even in the case of power off, it is called non-volatile. Retain ചെയ്യുകയാണെങ്കിൽ അതിന് നോൺ വോളറ്റൈൽ. On the other hand, if a storage unit loses data stored in the case of power off or interruption of the power, it is called volatile storage. അപ്പോൾ വോളറ്റൈൽ എന്താണ്, നോൺ വോളറ്റൈൽ എന്ന് നമുക്ക് ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു ആണല്ലോ. ഒബ്വിയസ്ലി എന്നല്ല, അവിടെ ഓയാണ്. ഒബ്വിയസ്ലി നോൺ വോളറ്റൈൽ സ്റ്റോറേജ് ഈസ് ഡിസൈറബിൾ. എപ്പോഴും ഡിസൈറബിൾ ആയിരിക്കുന്ന പ്രോപ്പർട്ടി എന്തായിരിക്കും? നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രോപ്പർട്ടി എന്തായിരിക്കും? എന്താണ്? നോൺ വോളറ്റൈൽ ആവാൻ വേണ്ടിയിട്ടാണ്. അൺഫോർച്ചുനേറ്റ്ലി പ്രൈമറി മെമ്മറി ആയിട്ടുള്ള റാം എന്തല്ല, വോളറ്റൈൽ അല്ല, നോൺ വോളറ്റൈൽ ആയിരിക്കും. നോൺ വോളറ്റൈൽ അല്ല, വോളറ്റൈൽ ആയിരിക്കും. ദെൻ റാൻഡം ആക്സസ് അല്ലെങ്കിൽ ആക്സസ് ക്രൈറ്റീരിയ. എങ്ങനെയാണ് നമ്മളൊരു മെമ്മറിയിൽ നിന്ന് ഡാറ്റയെ റിട്രീവ് ചെയ്യുന്ന മെത്തേഡ്, അതിന് നമുക്ക് എന്താണ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ആയിട്ട് നോക്കാം. If the time taken to access a piece of data from a storage unit is independent of the location of the data in the storage unit, it is called random access. അപ്പോൾ റാൻഡം ആക്സസ് എന്താണെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ റാൻഡം ആക്സസിൻ്റെ സീക്വൻഷ്യൽ ആക്സസ് ഉണ്ട്, സ്യൂഡോ റാൻഡം ആക്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള ആക്സസ്സാണ് നമുക്ക് ഉള്ളത്. ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡാറ്റ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ആ ഡാറ്റയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് റിട്രീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈ ആക്സസ് എന്ന് പറഞ്ഞേക്കുന്നത്. നോക്കി, ഇതിൽ റാൻഡം ആക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള മെമ്മറിയിൽ നമ്മൾ എവിടെയായിരിക്കും, ഏതൊരു പ്ലേസിലായിരിക്കും എന്താണ് ഡാറ്റ സേവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സേവ് ചെയ്ത ഡാറ്റ എവിടെയാണെങ്കിലും ഈക്വൽ ടൈം യൂണിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആക്സസ് ചെയ്യാൻ പറ്റണം. അതായത് സപ്പോസ് നമ്മൾ ചിലപ്പം സേവ് ചെയ്തിട്ടുണ്ടാവുക ആ മെമ്മറിയിലെ ഫസ്റ്റ് ലൊക്കേഷനിലായിരിക്കും. അങ്ങനെയാണെങ്കിലും എന്താണ് ആ മെമ്മറി സപ്പോസ് ഒരു 1000 ലൊക്കേഷൻസ് ഉണ്ടെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളെന്താണ് ആ ഫസ്റ്റ് ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതേപോലെ നമുക്ക് ആ സെയിം ഡാറ്റ സപ്പോസ് നമ്മൾ മിഡിലാണ് സേവ് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ മിഡിൽ ലൊക്കേഷനിൽ, അതായത് 500th ലൊക്കേഷനിൽ നമ്മൾ ആക്സസ് ചെയ്യാൻ എടുക്കുന്ന സമയം അല്ല, നിങ്ങൾ ഇമാജിൻ ചെയ്യുക അത് ലാസ്റ്റാണ് വെച്ചോ. അപ്പോൾ 1000 ലൊക്കേഷനിലാണ് വെച്ചോ.
അപ്പോൾ ആ ലൊക്കേഷൻ നമുക്ക് റിട്രീവ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതായത് ആ സ്റ്റോറേജ് യൂണിറ്റിൽ നിന്ന് നമ്മളൊരു ഡാറ്റ, ഒരു പീസ് ഓഫ് ഡാറ്റ റിട്രീവ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ലൊക്കേഷൻ ആണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് യൂണിറ്റ് ഈസ് നോൺ ആസ് റാൻഡം ആക്സസ് സ്റ്റോറേജ് യൂണിറ്റ്. അപ്പോൾ അതിന് അവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്? അതിൻ്റെ ലൊക്കേഷനിൽ അവിടെ പ്രാധാന്യമില്ല. എവിടെ നിങ്ങൾ സ്റ്റോർ ചെയ്തോ, പക്ഷേ നമുക്ക് എന്താണ് ഈക്വൽ എമൗണ്ട് ഓഫ് ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? റിട്രീവ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ലൊക്കേഷൻ ആണെങ്കിലും മിഡിൽ ലൊക്കേഷൻ ആണെങ്കിലും ഇൻ ബിറ്റ്വീൻ എന്താണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എവിടെയാണെങ്കിലും എന്താണ് ഈക്വൽ ടൈം ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റും? റാൻഡം ആക്സസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഒന്നുകൂടി ആ സെൻറ്റൻസ് ഒന്ന് വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. ഇഫ് ദ ടൈം ടേക്കൺ ടു ആക്സസ് എ പീസ് ഓഫ് ഡാറ്റ ഫ്രം ദ സ്റ്റോറേജ് യൂണിറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ്, ആ വേർഡ് നോക്കുക, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദി ഡാറ്റ ഇൻ ദി സ്റ്റോറേജ് യൂണിറ്റ്. ആ സ്റ്റോറേജ് യൂണിറ്റിൽ ഡാറ്റ എവിടെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. എന്താണ്? ആക്സസ് ടൈം എന്താണ്? ഈക്വലാണ്. ഇറ്റ് ഈസ് കോൾഡ് റാൻഡം ആക്സസ്. ഇൻ ഓൾമോസ്റ്റ് ഓൾ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് ഹാവ് റാൻഡം ആക്സസ് പ്രോപ്പർട്ടി. പ്രൈമറി സ്റ്റോറേജ് യൂണിറ്റ് റാം ആണെങ്കിൽ റോം ആണെങ്കിലും എന്താണ്? എന്ത് ടൈപ്പ് ആക്സസ് ആയിരിക്കും? റാൻഡം ആക്സസ് ആയിരിക്കും. സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റിനാണെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കും? സ്യൂഡോ റാൻഡം ആക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആക്സസ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ് പറയും? സീക്വൻഷ്യൽ ആക്സസ് ആണെന്ന് പറയും. ഒന്നുകിൽ എന്തായിരിക്കും? ഡയറക്റ്റ് ആക്സസ് ആയിരിക്കും, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആക്സസ് ആയിരിക്കും. സ്യൂഡോ റാൻഡം ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്ര ഈക്വൽ അല്ല, എന്നാലും ഓൾമോസ്റ്റ് ഈക്വലായിട്ട് നമുക്ക് എല്ലാ പോർഷൻസിനും എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ റിട്രീവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങൾ എന്താ പറയുക, വീഡിയോ കാസറ്റ്സൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ ചിലപ്പം എന്താണ് മാരേജ് എല്ലാം സ്റ്റോർ ചെയ്തേക്കുന്നത് ഈ വീഡിയോ കാസറ്റ്സിലാവാം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ടേപ്പ് റെക്കോർഡറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലുപയോഗിക്കുന്ന കാസറ്റൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതൊക്കെ സീക്വൻഷ്യൽ ആക്സസ് ആണ് എന്ന് അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമുക്ക് സപ്പോസ് എന്താ പറയുക, നിങ്ങളെ അമ്മയുടെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവിൻ്റെയോ ആ കാസറ്റ് നിങ്ങളിപ്പോൾ എടുത്ത് കാണുകയാണെങ്കിൽ അത് ആദ്യം ചിലപ്പം റിസപ്ഷനും കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ തലേ ദിവസത്തെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അതൊന്നും കാണാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ആ ആളുടെ മാരേജ് മാത്രം കാണാനുള്ള ഒരു താല്പര്യം ഉള്ളൂ എങ്കിൽ നിങ്ങളത് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളതെന്ത് ചെയ്യണം? അത് ഫോർവേഡ് അടിച്ച് അത് ഏത് ലൊക്കേഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കിയേ, എപ്പോഴാണെങ്കിലും ഫസ്റ്റ് സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റ ആക്സസ് ചെയ്യാൻ എപ്പോഴും ഈസി ആയിരിക്കും, അത് ഫുള്ള് റിവൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ലാസ്റ്റ് ഉള്ള ലാസ്റ്റ് അല്ലെങ്കിൽ മിഡിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആ റീലിനെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നോക്കിയാൽ അവിടെ ആ സ്റ്റോറേജ് ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ആക്സസ് ടൈം എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? സ്റ്റോറേജ് ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സച്ച് ടൈപ്പ് ഓഫ് ആക്സസ് ഈസ് നോൺ ആസ് സീക്വൻഷ്യൽ ആക്സസ്. അപ്പം ആ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മൾ എന്താണ് വീഡിയോ കാസറ്റിൻ്റെയും അല്ലെങ്കിൽ ഓഡിയോ കാസറ്റ്സിൻ്റെയും വർക്കിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സീക്വൻഷ്യൽ ആക്സസ് സ്റ്റോറേജ് ഡിവൈസാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ 5 ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചേക്കണം. എന്താണ്? സ്റ്റോറേജ് കപ്പാസിറ്റി, ആക്സസ് ടൈം, കോസ്റ്റ് പെർ ബിറ്റ്, വോളറ്റിലിറ്റി, ദെൻ റാൻഡം ആക്സസ് അല്ലെങ്കിൽ ആക്സസ് ക്രൈറ്റീരിയ. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. ആക്സസ് മോഡ് റെഫേഴ്സ് ടു ദ വേ ദ ഡാറ്റ ആർ ആക്സസ്ഡ് ഫ്രം ദി മെമ്മറി. എന്താണ് ആക്സസ് മോഡ് എന്നാൽ എങ്ങനെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതാണ്. എന്തൊക്കെ ആക്സസ് ഉണ്ട്? റാൻഡം ആക്സസ് ഉണ്ട്, സീക്വൻഷ്യൽ ആക്സസ് ഉണ്ട്, ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. ഓക്കെ, റാൻഡം ആക്സസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എനി ലൊക്കേഷൻ ഇൻ സ്റ്റോറേജ് ക്യാൻ ബി ആക്സസ്ഡ് അറ്റ് എനി മൊമെൻറ്റ് ഇൻ അപ്രോക്സിമേറ്റ്ലി ദ സെയിം എമൗണ്ട് ഓഫ് ടൈം. ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ലൊക്കേഷനെ ആക്സസ് ചെയ്യാൻ പറ്റും. സച്ച് ക്യാരക്ടറിസ്റ്റിക് ഈസ് വെൽ സ്യൂട്ടഡ് ഫോർ പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. പ്രൈമറിക്കും സെക്കൻഡറിക്കും സ്യൂട്ടബിൾ ആണെങ്കിലും അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി സ്റ്റോറേജിലാണ്. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് റാൻഡം ആക്സസ് ആയിട്ട് നമ്മൾ സാധാരണ കാണാറില്ല. ഓക്കെ, ദെൻ സീക്വൻഷ്യൽ ആക്സസ്. എന്താണ് സീക്വൻഷ്യൽ ആക്സസ്? ദ ആക്സസിങ് of piece of information will be serial order, one after another. Therefore, the time to access a particular piece of information depend upon which the piece of information was last accessed. Such characteristic is typical of offline storage.
അതായത് ഓഫ്ലൈൻ സ്റ്റോറേജ് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ മാഗ്നറ്റിക് ടേപ്പ് അല്ലെങ്കിൽ ഇതേപോലെ വീഡിയോ കാസറ്റ്, ഓഡിയോ കാസറ്റ് ഇതെല്ലാം ഓഫ്ലൈൻ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ആണല്ലോ. നോക്കി, ലാസ്റ്റ് ആക്സസ് ചെയ്തേക്കുന്ന ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അടുത്ത എന്താ പറയുക ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഞാൻ ഇപ്പം അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ എന്താ പറയുക, നിങ്ങളൊരു മാരേജ് കാണുകയാണെന്ന്, മാരേജ് വീഡിയോ കാണുകയാണെങ്കിൽ ലാസ്റ്റ് ആൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ ആയിരിക്കും ആ റീലിൻ്റെ പൊസിഷൻ ഉണ്ടാവുക. സപ്പോസ് നെക്സ്റ്റ് പേഴ്സണ് അതിൻ്റെ തുടക്കം മുതൽ കാണണമെങ്കിൽ എന്താണ് അത് റിവൈൻഡ് അടിക്കണം. അപ്പോൾ അതിന് എന്താണ് അവിടെ എന്താണ് ആക്സസ് ടൈം ഡിഫറെൻ്റ് ആണ്. സപ്പോസ് അയാൾക്ക് ലാസ്റ്റ് പോർഷനാണ് കാണണമെങ്കിൽ എന്താണ് അപ്പോഴും എന്താണ് കുറേ ഭാഗം ഫോർവേഡ് ചെയ്യണം ആണല്ലോ. അപ്പോഴും എന്താണ് കറണ്ട് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി അതല്ല, ഇനി ആൾക്ക് ആ പൊസിഷൻ മുതൽ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ആക്സസ് ടൈം വളരെ കുറവായിരിക്കും. മറ്റു കേസിൽ എന്താണ് ആക്സസ് ടൈം കൂടുതലായിരിക്കും. അപ്പോൾ നോക്കിയാൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ആക്സസ് ടൈം ആയിരിക്കും നമുക്ക് സീക്വൻഷ്യൽ ആക്സസിൻ്റെ കേസിലുണ്ടാവുക. ഇനി ഡയറക്റ്റ് ആക്സസ് എന്താണ്? ഇൻ സം കേസസ് ഡാറ്റ ആർ ആക്സസ് നൈദർ ഇൻ റാൻഡം nor in sequence fashion but using a combination of both the mode. This type of semi-random mode exists in the magnetic disk. ഓക്കെ, ഈ മാഗ്നറ്റിക് ഡിസ്ക് അതായത് ഹാർഡ് ഡിസ്ക് എല്ലാം ഡയറക്റ്റ് ആക്സസ് ആണ്. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീക്വൻഷ്യൽ ആക്സസിൻ്റെയും റാൻഡം ആക്സസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അവിടെ ഉള്ളത്. അതെങ്ങനെയെന്നുള്ളത് അതിൻ്റെ വർക്കിംഗ് പറയുന്ന സമയത്ത് ഞാൻ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പം മൂന്നാമതൊരു ആക്സസ് മെത്തേഡും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്നതാണ് ഡയറക്റ്റ് ആക്സസ്. അതെന്തായിരിക്കും? റാൻഡം ആക്സസിൻ്റെയും സീക്വൻഷ്യൽ ആക്സസിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ റാൻഡം ആക്സസിന് വേറൊരു പേരും കൂടി മാറ്റും, സ്യൂഡോ റാൻഡം. ഡയറക്റ്റ് ആക്സസിന് വേറൊരു പേരും കൂടി പറയും, എന്താണ്? സ്യൂഡോ റാൻഡം ആക്സസ് എന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് ബിറ്റ്, നിബിൾ ആൻഡ് ബൈറ്റ്. ബിറ്റ് എന്താണ്, നിബിൾ എന്താണ്, ബൈറ്റ് എന്താണ് നമുക്ക് അറിയിക്കണം. ബിറ്റ് എന്നാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ ഈസ് കോൾഡ് ബിറ്റ്, അല്ലെങ്കിൽ ബൈനറി ഡിജിറ്റ് എന്ന് പറയാൻ പറ്റും. ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ബിറ്റ് എന്ന് പറയാൻ പറ്റും. എ ബിറ്റ് ഹാസ് എ സിംഗിൾ ബൈനറി വാല്യൂ ഐദർ 0 or 1. അപ്പോൾ ഒന്നുകിൽ 0 ആവും അല്ലെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ എന്ത് പറഞ്ഞേക്കുന്നത്? ബിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വാണ്ടിറ്റിയാണ് അല്ലെങ്കിൽ യൂണിറ്റാണ് നിബിൾ എന്ന് പറയുന്നത്. നിബിൾ ഹാഫ് ഓഫ് എ ബൈറ്റ് ഓർ 4 bit ഈസ് നോൺ ആസ് നിബിൾ. എന്താണ് ഹാഫ് ഓഫ് എ ബൈറ്റ് ഓർ 4 bit ഈസ് നോൺ ആസ് നിബിൾ. 4 ബിറ്റിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു നിബിൾ എന്ന് പറയാൻ പറ്റും. നോക്കി, എക്സാമ്പിൾ 1001, അവിടെ എത്ര ബിറ്റ്സ് വന്നു? 4 bits വന്നു ആണല്ലോ, അതൊരു നിബിളാണ്. 1101 നോക്കി, ഒരു 4 ബിറ്റിൻ്റെ കോമ്പിനേഷനാണ്, അതും എന്താണ്? നിബിളാണ് ആണല്ലോ. ഇനി എന്താണ് ബൈറ്റ് എന്ന് പറയാം. എന്താണ് ബൈറ്റ്? എന്നാൽ ഗ്രൂപ്പ് ഓഫ് 8 bit ഈസ് കോൾഡ് ബൈറ്റ്. ഒരു 8 ബിറ്റിൻ്റെ കോമ്പിനേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബൈറ്റ് എന്ന് പറയാൻ പറ്റും. നോക്കി, എക്സാമ്പിൾ 10101010, അത് 8 ബിറ്റിൻ്റെ കോമ്പിനേഷനാണ്. സോ ഇറ്റ് ഈസ് എ ബൈറ്റ്. നോക്കി, 11110000, ഓക്കെ, ഇറ്റ് ഈസ് എ ബൈറ്റ്. എന്തുകൊണ്ടാണ്? 8 ബിറ്റാണ് അവിടെ ഉള്ളത്. അപ്പം ബൈറ്റ് എന്താണെന്ന് മനസ്സിലായി, നിബിൾ എന്താണെന്ന് മനസ്സിലായി, ബിറ്റ് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ സാധാരണ ഇപ്പം പ്രൈമറി സ്റ്റോറേജ് ആണെങ്കിൽ, സെക്കൻഡറി സ്റ്റോറേജ് ആണെങ്കിലും, റാം ആണെങ്കിലും, നിങ്ങൾ ഹാർഡ് ഡിസ്ക് ആണെങ്കിലും ഒക്കെ പറയുന്നത് ബൈറ്റിലായിരിക്കും. യൂണിറ്റ് എന്തായിരിക്കും? ബൈറ്റിലായിരിക്കും, ബിറ്റിലല്ല, ബൈറ്റിലായിരിക്കും പറഞ്ഞു കിടക്കുന്നത്. 5 GB, ആ ബി എന്ന് മനസ്സിലാക്കി ക്യാപിറ്റൽ ബി ആണ്. അപ്പോൾ ബി മീൻസ് എന്താണ്? ബൈറ്റ്. 5 GB അല്ലെങ്കിൽ 1 GB, അല്ലെങ്കിൽ MB എന്ത് പറഞ്ഞാൽ മെഗാബൈറ്റ്. മെഗാ ബിറ്റ് അല്ല, മെഗാബൈറ്റ്. അപ്പോൾ ബിറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്മോൾ ബി ഉപയോഗിച്ചിട്ടും ബൈറ്റിന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ബി ഉപയോഗിച്ചിട്ടാണ്. നിബിളിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അബ്രിവേഷൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പം ബിറ്റ് അടുത്ത് താഴെ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിളിൽ. ബിറ്റ് എന്ന് പറഞ്ഞാൽ അബ്രിവേഷൻ ബി ആണ്. എന്താണ്? നമ്പർ ഓഫ് ഡിജിറ്റ്, ഒരു ഡിജിറ്റ് ഉണ്ടാവും. നിബിൾ ആണ് എത്ര ഡിജിറ്റ് ഉണ്ടായിരിക്കും? 4 ഡിജിറ്റ് ഉണ്ടായിരിക്കും. ബൈറ്റ് എന്നാൽ എത്ര? 8 ഡിജിറ്റ് ഉണ്ടായിരിക്കും, 8 ബിറ്റ് ആയിരിക്കും. അതിന് അബ്രിവേഷൻ ബി, ക്യാപിറ്റൽ ബി ആണ്. ദെൻ കിലോ ബിറ്റ് എന്ന് പറഞ്ഞാൽ, കിലോ ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സ്മോൾ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1 കിലോ എന്ന് പറഞ്ഞാൽ 2^10 bits ആണ്. 2^10 bits. നോക്കിയേ, അപ്പോൾ കിലോ കെ എന്ന് മാത്രം പറഞ്ഞാൽ 2^10 ആണ്, 2^10 ആണ്, അതായത് 1024 ആണ്. ബിറ്റ് ബി എന്ന് പറഞ്ഞാൽ സ്മോൾ ബി എന്ന് പറഞ്ഞാൽ ബിറ്റ്സ്, അപ്പോൾ 1024 bits എന്നാണ്. ദെൻ 1 KB, ക്യാപിറ്റൽ ബി, കെ ക്യാപിറ്റൽ ബി,
1 KB എന്ന് പറയുന്നത് എന്താണ്? 1K എന്ന് പറഞ്ഞാൽ എന്താണ്? 2^10 ആണ്. 2^10 ഇൻറ്റു ബൈറ്റാണ്. ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ എത്രയാണ്? 1024 ഇൻറ്റു 8 ബിറ്റാണ്, അല്ലെങ്കിൽ 1024 ബൈറ്റാണെന്ന് പറഞ്ഞു. എന്താണ്? 1024 ബൈറ്റ് അല്ലെങ്കിൽ 1024 ഇൻറ്റു 8 ബിറ്റ്. ബിറ്റ് പറയുന്ന സമയത്ത് ഇൻറ്റു 8 ഇടണം. എന്തുകൊണ്ടാണ്? ആ ബീനെ കൂടി നമ്മൾ കൺവേർട്ട് ചെയ്യണം. ബി പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ബി പറഞ്ഞാൽ 8 ബിറ്റാണ്. ഓക്കെ, അതാണ് 1024 ഇൻറ്റു 8 ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ. ബൈറ്റിൽ പറയുകയാണെങ്കിൽ 1024 ബൈറ്റ്. മെഗാ ബിറ്റ് എന്ന് പറഞ്ഞാൽ 2^20 ആണ്. 2^20 ബൈറ്റ്സ് ആണ്. ജിഗാ ബൈറ്റ് പറഞ്ഞാൽ 2^30 ബൈറ്റ്സ് ആണ്. ടെറാ ബൈറ്റ്സ് പറഞ്ഞാൽ 2^40 ബൈറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് താഴെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 2 MB മെമ്മറി ക്യാൻ സ്റ്റോർ. എത്ര ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള. 2 MB എന്ന് പറഞ്ഞാൽ 2 അവിടെ ഉണ്ട്. എം നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്യണം? എം എന്താണ്? 2^20 ആണ് എം എന്ന് പറഞ്ഞാൽ. ബി എന്താണ്? 8 ആണ്. അല്ല, അപ്പോൾ 2 ഇൻറ്റു 2^20 ഇൻറ്റു 8 ബിറ്റ്സ് ആണ്. ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ 2 ഇൻറ്റു 2^20 ബൈറ്റ് എന്ന് പറഞ്ഞാൽ. ആ 8 നമ്മൾ മാറ്റി കഴിഞ്ഞാൽ എന്താണ്? ബൈറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് 2 MB is equal to 2 ഇൻറ്റു 2^20 ബൈറ്റ്സ്, അല്ലെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2^20 ഇൻറ്റു 8 ബിറ്റ്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് ഓർത്ത് വെക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ഭംഗിയായിട്ട് പഠിക്കുക.